Hello guys, welcome to TinkerHub MESM. So in this section we form handling like so and first HTML tag or HTML page usually p.php HTML page no big deal and form tag into username or input text password input password submit if നിങ്ങൾക്ക് HTML അറിഞ്ഞുകൂടായെങ്കിൽ nothing to worry നമ്മ ലാസ്റ്റ് സെക്ഷനിൽ അത് കവർ അപ്പ് ചെയ്യുക ഓക്കെ ആൻഡ് നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ HTML ആക്കി സോ നമുക്ക് ജസ്റ്റ് നോക്കാം യൂസർ നെയിമും ഇൻപുട്ടും ഏരിയ കൊടുത്തു പാസ്വേഡും ഇൻപുട്ട് പാസ്വേഡും കൊടുത്തു ആൻഡ് നമ്മ ഇനി നമ്മുടെ വെബ്സൈറ്റിൽ എടുത്തത് നമ്മുടെ പേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ല യൂസർ നെയിമും പാസ്വേഡും ഒരു ഏരിയ വന്നു ഇനി ഞാൻ ഇവിടെ ഫോം അല്ലാണ്ട് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും സെയിം വ്യൂ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് പക്ഷെ നിങ്ങൾ സബ്മിറ്റ് വെക്കുമ്പോൾ ബട്ടൺ വെക്കുമ്പോൾ ഒന്നും ആക്ഷൻസ് ഒന്നും വർക്ക് ചെയ്യില്ല ഒരു ഡിഫറൻസ് ഒന്നും കാണില്ല ഞാൻ നേരെ തിരിച്ച് ഫോം അപ്ലൈ ചെയ്തു ഈ ആട്രിബ്യൂട്ട്സ് നിങ്ങൾ നോക്കണ്ട ഇപ്പത്തേക്ക് നോക്കണ്ട അപ്ലൈ ചെയ്തിട്ട് സബ്മിറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ റിഫ്രഷ് ചെയ്തു സബ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഡോക്യുമെന്റ് തന്നെ കണ്ടില്ലേ നിങ്ങൾ ഇരിക്കണ്ടില്ല ടൈറ്റിൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഇത് ചെറിയൊരു സെക്കൻഡ്സിലേക്ക് കണ്ട അത് റീലോഡ് മാറണണ്ട ചേഞ്ച് ആയിട്ട് അത് ആക്ച്വലി പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഈ സബ്മിറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ ഈ ബട്ടൺ നിൽക്കുമ്പോൾ ഈ ഫോം ആക്ടിവേറ്റ് ചെയ്യുക ഫോം വർക്ക് ചെയ്യും ഫോമിൽ ആക്ഷൻ ഉണ്ടല്ലോ ആക്ഷൻ്റെ പേജിലേക്ക് പോകും യൂഷ്വലി നമ്മൾ ഇവിടെ ആക്ഷൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പേജിലേക്ക് തന്നെ വന്നെയാണ് ഓക്കെ റീലോഡ് ചെയ്ത് തന്നെയാണ് വേറെ ഇതൊന്നുമില്ല സോ ഇനി നമുക്ക് ഫോം ഹാൻഡിലിങ്ങിലേക്ക് പോവാം ഫോം ഹാൻഡിൽ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് ഡാറ്റ പാസ് ചെയ്യാൻ ഓക്കെ നമ്മൾ ഇതേപോലെ ഇപ്പം നമുക്ക് ഇത് വേറെ പേജിലേക്ക് പോകാൻ നമ്മൾ ഉപയോഗിക്കാറില്ല നമുക്ക് HRF ലിങ്ക് ഉണ്ട് ലിങ്ക് ടാഗ് ഉണ്ട് നമുക്ക് വേറെ ഇപ്പം ആക്ഷനിൽ ഇതേപോലെ നിങ്ങൾ സെക്കൻഡ് പേജിൻ്റെ COUND.php ഓക്കെ ഞാൻ കൊടുത്തു ആൻഡ് ഞാൻ ഇത് ഇവിടെ റീഫ്രഷ് ചെയ്തു സെക്കൻഡ് പേജിലേക്ക് പോവാം ഞാൻ ഈ സബ്മിറ്റ് ബട്ടൺ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ഷനിൽ കൊടുത്തിരിക്കുന്ന പേജ് ഏതാണ് സെക്കൻഡ് പേജ് അല്ലെ second.php ആ പേജിന്റെ ലിങ്കിൽ കൊടുത്താൽ അപ്പോൾ ഞാൻ എന്താണ് സെക്കൻഡ് പേജിലേക്ക് പോയി കണ്ടില്ലേ ആ പേജിലേക്ക് ലിങ്ക് പോയി ഇനിയൊരു ചെറിയ ചേഞ്ച് ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഇത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഒപ്പം ഡാറ്റ പാസ് ചെയ്യാം അതാണല്ലോ മെയിൻ കാര്യം വെറുതെ ലിങ്ക് ആണെങ്കിൽ നമുക്ക് HRF അത് ഏതെങ്കിലും ഉപയോഗിച്ചാൽ ലിങ്കിൻ്റെ നമുക്ക് ടാഗ് ഉപയോഗിച്ചാൽ മതി പക്ഷെ ഫോം എന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകത ടാഗ് ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റയും കൂടെ പാസ് ചെയ്യാം ആ ഡാറ്റ പാസ് ചെയ്യാൻ നമുക്ക് രണ്ടാം മെയിൻ മെത്തേഡ് ഗെറ്റും പോസ്റ്റും അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഗെറ്റ് എഴുതി കഴിഞ്ഞാൽ ഗെറ്റ് രീതിയിലായിരിക്കും ഡാറ്റ പാസ് ചെയ്യണത് പോസ്റ്റ് എഴുതി കഴിഞ്ഞാൽ പോസ്റ്റ് രീതിയിലായിരിക്കും ഡാറ്റ പാസ് ചെയ്യുക അത് നമുക്കൊന്ന് മെയിനായിട്ട് നോക്കാം എന്താണ് ഗെറ്റും പോസ്റ്റും അതെങ്ങനെ ഡാറ്റ പാസ് ചെയ്യണത് ഓക്കെ സോ ഗെറ്റിലാകുമ്പോൾ നമുക്ക് ഗെറ്റിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം ആൻഡ് ഞാൻ ഇവിടെ ജസ്റ്റ് റീഫ്രഷ് ചെയ്തു ഞാൻ സബ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണാം ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ഉണ്ട് അത് ലെറ്റ് മീ ലൈക്ക് സൂം ഇറ്റ് അപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ ലിങ്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഈ ലിങ്ക് കണ്ട ഈ ലിങ്ക് നോക്കിക്കേ അവിടെ ഞാൻ കോപ്പി ചെയ്താ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് സാധാരണ ലിങ്ക് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവില്ല ഞാൻ യൂഷ്വലി സാധാരണ ലിങ്ക് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം HRF ഞാനിവിടെ സെയിം ഒന്നും മാറ്റുന്നില്ല സെയിം തന്നെ കൊടുക്കുകയാണ് സോറി പേജ് ഞാനൊരു ലിങ്ക് ഉണ്ടാക്കി ആൻഡ് ഇത് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ ഈ ലിങ്കിൻ്റെ URL ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കണ്ടില്ല ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവില്ല അതെന്താ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ഇതില്ലേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡാറ്റ പാസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് ഉണ്ടല്ലോ ഈ ഇൻപുട്ടിൻ്റെ ഇതിൽ കൂടെ ആയിരിക്കും നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നത് അപ്പോൾ അത് അതിന് മുമ്പ് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പേര് ഇടണം എന്നാലേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ലൈക്ക് നമ്മളുടെ പ്രോഗ്രാം ഒരിക്കലും ഓട്ടോമാറ്റിക്കലി ഒന്നും നമുക്ക് ചെയ്യൂല നമുക്കെല്ലാം എന്തെങ്കിലും ഒരു രീതിയിൽ ആക്സസ് ചെയ്യണം അപ്പോൾ ഇതിന് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പേര് നെയിം വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണ വേരിയബിൾ എങ്ങനെ ആക്സസ് ചെയ്യണത് വേരിയബിളിൻ്റെ പേര് വെച്ചല്ലേ അതേപോലെ ഇൻപുട്ടിന് നമ്മൾ ഒരു പേരിട്ട് കൊടുക്കാം അതിനാണ് നെയിം എന്ന് പറഞ്ഞാൽ ഇതുള്ളത് ആട്രിബ്യൂട്ട് ഉള്ളത് ഞാൻ നെയിം കൊടുത്തു നെയിമിൽ ഇതിന് ഞാൻ യൂസർ നെയിം തന്നെ കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ ഞാൻ യൂസർ നെയിം കൊടുത്തെന്നുള്ളൂ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ആൻഡ് ഞാൻ ഇവിടുത്തെ സെയിം രീതി തന്നെ ഞാൻ ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം ലൈക്ക് റീഫ്രഷ് ചെയ്തു സബ്മിറ്റ് ആക്കി നോക്കിക്കേ സബ്മിറ്റ് ആക്കിയപ്പോൾ ഇപ്പം ലിങ്കിൻ്റെ എണ്ണം കൂടി അതെന്താ സംഭവം ഓക്കെ
ഞാൻ ഇത് തിരിച്ചുകൊണ്ടാകാൻ ശ്രദ്ധിച്ചല്ലോ. എൻ്റെ യൂസർ നെയിമിൽ മുഹമ്മദ് അനസ് എന്ന് കിടക്കുന്നുണ്ട്, പാസ്വേഡ് ഓർമ്മ ഞാൻ 1 ടൈപ്പ് ചെയ്താണ്ട് 1 അങ്ങനെ 1. ഓക്കെ, അതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ലിങ്ക് ഇതേ നോക്കിയേ, ഇങ്ങനൊരു ലിങ്കാണ്. ഇത്രയും നിങ്ങൾ വിചാരിക്കും, ഇത് എന്താ സാധാരണ നമ്മ ലിങ്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന URL. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് കിട്ടി നോക്കി, യൂസർ നെയിം ഈസ് ഈക്വൽ ടു മുഹമ്മദ് പ്ലസ് അനസ് ആൻഡ് പാസ്വേഡ് ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ ഡാറ്റ പാസ് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂസർ നെയിം എന്താണ്, നമ്മളുടെ ഈ നെയിം അല്ലേ ഇൻപുട്ടിൻ്റെ ഇതിൻ്റെ പേര്, അതിലെന്താ നമ്മൾ ടൈപ്പ് ചെയ്തിരുന്ന മുഹമ്മദ് അനസ് സ്പേസ് അനസ്, ആ സ്പേസിന് പകരം +1. ഓക്കെ, സ്പേസ് അനസ്. അതേപോലെ പാസ്വേഡ് ഏതാണ്, ഈ ഇൻപുട്ടിൻ്റെ പേരല്ലേ, അതിന് നമ്മൾ എന്താണ് പേര് കൊടുത്തത്, വാല്യൂ കൊടുത്തത് 1 എന്ന്. ആ 1 ആണ് അപ്പുറത്ത് ഡാറ്റ പാസ് ചെയ്ത്. ഇങ്ങനെയാണ് ഡാറ്റ അപ്പുറത്തേക്ക് ഗെറ്റിൽ പാസ് ചെയ്യണം. ഇതേപോലെ നമ്മൾ പല ഇതിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല സൈറ്റിലും URL ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ മാർക്കും ഇങ്ങനെ ഇതേപോലെ ആസ്ട്രിക്കും കുറേ കണ്ടിട്ടുണ്ടാവും. ഇത് ഇതേപോലെ ഡാറ്റ പാസ് ചെയ്യണം, ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് പാസ് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ഇതിൽ ഡാറ്റ എങ്ങനെ 2ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കിൽ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡാറ്റ യൂസർ നെയിം, പിന്നെ അതിൻ്റെ വാല്യൂ, പിന്നെ ആൻഡ് എന്ന് കണ്ടില്ല ആസ്ട്രിക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡാറ്റേൻ്റെ പേര്, പാസ്വേഡ് പിന്നെ ഈക്വൽ ടു അതിൻ്റെ വാല്യൂ, പിന്നെ ഇനി അടുത്തുണ്ടെങ്കിൽ അതേപോലെ ആസ്ട്രിക്ക് ഉണ്ടാവും. പിന്നെ സെയിം ഓർഡർ തന്നെ റിപ്പീറ്റ് ആണ്, പിന്നെ ഇതേപോലെ ഇങ്ങനെ റിപ്പീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഗെറ്റിലേക്ക് ഡാറ്റ എങ്ങനെ പാസ് പോകുന്നത് URL കാണുന്നത് മനസ്സിലായല്ലോ. ഇനി ഡാറ്റ ആക്സസ് ചെയ്യണം. ലൈക്ക് നമുക്ക് ഡാറ്റ അപ്പുറത്തേക്ക് പോയി നോക്കി. ഓക്കെ, നമുക്ക് ഡാറ്റ അപ്പുറത്തേക്ക് പോയി. ഓക്കെ, ഇനി നമുക്ക് ഈ പേജിലേക്ക് ഡാറ്റ ആക്സസ് ചെയ്യണം. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇതിലേക്ക് ഡാറ്റ ആക്സസ് ചെയ്യണത് നമുക്ക് HTML ചെയ്യാൻ പറ്റില്ല, അതിനാണ് നമ്മൾ PHP യൂസ് ചെയ്യണം. PHP ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് PHP ഒരു തുടങ്ങാം. ഇവിടെ PHP. ഓക്കെ, PHPൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് PHP അടിക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് PHP അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് എക്കോ പ്രിന്റ് ചെയ്യാൻ വേണ്ടി എക്കോയിൽ ഇങ്ങനെ കൊടുക്കാം, വേരിയബിൾ ആൻഡ് അണ്ടർസ്കോർ കൊടുക്കാം, ഗെറ്റ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് കൊടുത്തു, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് ഇനി അതിൻ്റെ സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ ഉപയോഗിക്കാം. ഈ ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സിന് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ നെയിമില്ലേ, ഈ നെയിം ഇൻപുട്ടിൻ്റെ ഈ നെയിം ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഞാൻ സെമിക്കോളൻ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഓക്കെ കണ്ട മുഹമ്മദ് അനസ് അതായിരുന്നില്ലേ യൂസർ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഈസിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഇതിലേക്കാണോ ഡാറ്റ പാസ് ചെയ്തത്. അപ്പോൾ ഡാറ്റ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഗെറ്റാണ് മെത്തേഡ് നമ്മൾ ഡാറ്റ പാസ് ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ അണ്ടർസ്കോർ ഗെറ്റ് ഗെറ്റ് നമ്മൾ ഉപയോഗിച്ചു. എന്നിട്ട് നമ്മ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ ഉപയോഗിച്ചാൽ പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കേണ്ട പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പേരുണ്ടല്ലോ, നമ്മ ഇൻപുട്ടിന് നമ്മൾ കൊടുത്തില്ലേ, ഇൻപുട്ടോ എന്തായിക്കോട്ടെ, നമ്മൾ ഇവിടെ കൊടുത്ത പേരുണ്ടല്ലോ ഈ നെയിം ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്താൽ മതി. അത് നെയിം സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിലുള്ള വാല്യൂ ഉണ്ടല്ലോ. ഇപ്പം ഇതിൽ യൂസർ നെയിം മുഹമ്മദ് അനസ് എന്നാണ് നമ്മളിവിടെ കൊടുത്തത് ഇവിടെ അല്ലേ, ആ വാല്യൂ നമുക്ക് ഇവിടെ ജസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ പാസ്വേഡിനും ഇപ്പോൾ പാസ്വേഡ് ഞാനിവിടെ നെയിം പാസ്വേഡ് അല്ലേ ഞാനിവിടെ എടുത്തിട്ട് ഇവിടെ കൊടുത്തു. ഓക്കെ, കൊടുത്തില്ലേ, കണ്ടില്ലേ 1. ഇങ്ങനെയാണ് നമ്മൾ ഗെറ്റിൽ ഡാറ്റ പാസ് ചെയ്യുന്നതും ആക്സസ് ചെയ്യുന്നതും. നമ്മൾ ജസ്റ്റ് ഇത് നിങ്ങൾ ആലോചിക്കുക, അണ്ടർസ്കോർ ഗെറ്റ്. ഇത് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ യൂഷ്വലി ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ എഴുതാറ് നമ്മളുടെ ഒരു സിംപ്ലിസിറ്റി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, ഇത് ഗ്ലോബൽ വേരിയബിൾ ആണ് PHPൻ്റെ. ഓക്കെ.